ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി മസാല ദോശയാണ്. അതിനായിട്ട് ഒരു ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് അല്പം കടുകും ഉഴുന്നും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഉള്ളി നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് ഹാഫ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ കൂടി ഇട്ട് കൊടുക്കാം. ഇത് 15 മിനിറ്റ് വെള്ളത്തിലിട്ട് കുക്ക് ചെയ്തെടുത്തതാണ്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലെ കഷ്ണങ്ങളെ തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് കുക്കായി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മസാല ദോശയ്ക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരല്പം എണ്ണ ഒന്ന് തടവി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തവി മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ ഒരു മാവിനെ വളരെ കട്ടി കുറച്ചത് പരത്തിയെടുക്കാം. ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഇതിനെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഒരു മീഡിയത്തിലാണ് ഇരിക്കുന്നത്. ഇനി ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് കുക്കായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ ഒരു ദോശ വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇതിലേക്കുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കണം. ഫില്ലിങ് വെച്ചാൽ ഇതിൻ്റെ സൈഡ്സ് ഒന്ന് ഇതുപോലെ മടക്കിയെടുക്കണം. ഒന്നുകിൽ ഇതുപോലെ മടക്കിയെടുക്കാം, അല്ലെങ്കിൽ റോൾ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ സെർവ് ചെയ്യാം. അപ്പോൾ ഇനി മുതൽ ഈസി ആൻഡ് ടേസ്റ്റി മസാല ദോശ വീട്ടിലും തയ്യാറാക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.